ഈ മാരിയോമാരുള്ളവന്മാരെ പോലുള്ളവന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിലെ പ്രശ്നങ്ങൾ തീരുവെന്ന് ഏത് ദൈവമാണ് ക്രിസ്ത്യാനി നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്? ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഹൃദയശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ തകരാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അവനവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസം ദൈവം തീർച്ചയായിട്ടും കേൾക്കും. എന്തിന് നിങ്ങൾ ഈ കയ്യിലുള്ള കാശ്, അതായത് നമ്മുടെ സാമ്പത്തിക ബാധ്യത മാറാനായിരിക്കും ഈ ഇവരുടെ അടുത്ത് ഉള്ള കാശുമായിട്ട് പ്രാർത്ഥിക്കാൻ പോണത്. ഇവർ ഈ ഉള്ള നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ കാശ് വെച്ചിട്ട് അവർ എന്താ പറയുക, കൈ നനയാതെ മീൻ പിടിക്കുന്ന കാശായതുകൊണ്ട് അവരത് സ്വരുക്കൂട്ടി അവർ പണക്കാരാകുകയും ചെയ്യും. അവർക്ക് ദണ്ണമില്ലാതെ കിട്ടിയേക്കുന്ന കാശുകൊണ്ട് അവരത് വെച്ചിട്ട് വെള്ളം അടിക്കാൻ തമ്മിൽ തല്ലും, വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാണം കെടുത്തും. അപ്പോൾ ഉടനെ തന്നെ ഒരു ചോദ്യമുണ്ട്, ദൈവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അലവലാദികളെയൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ ഒന്ന് കാണിച്ചു തരണം. ഇനിയെങ്കിലും ക്രിസ്ത്യാനികളെ നേരെ ബൈബിള് വായിക്കുക, ദൈവത്തിനോട് നേരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അല്ലാതെ ഇങ്ങനെയുള്ള ഇടനിലക്കാരെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതുപോലെ തന്നെയാണ് ആരും ചില ധ്യാന ഗുരുക്കന്മാർ മാത്രം പ്രാർത്ഥിച്ചാലേ നടക്കുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ചിലയിടത്ത് പോയി പ്രാർത്ഥിച്ചാൽ നടക്കുള്ളൂ, ഇല്ല. ഞാനും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇടനിലക്കാരെ ശരിക്കും നിങ്ങൾക്കറിയാമോ? ഇപ്പം മാരിയുടെ കുറേ ജീവിതകഥകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും വാവിളിച്ച്. ഇതുപോലെ തന്നെയാണ് എല്ലാ ഇടനിലക്കാരായിട്ട് ടോപ്പിൽ നിൽക്കുന്ന പലരുടെയും ജീവിതകഥ പുറത്തു വരുമ്പോൾ പിന്നെയും വാവിളിക്കേണ്ടി വരും. അപ്പം തന്നെ ഒരു ഡയലോഗ് പറയും, കർത്താവ് ഉള്ളത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധിക്ക് ശേഷം നിൻ്റെയൊക്കെ ഈ കള്ളക്കളികളൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇട്ട് തരുമെന്ന്. അതുപോലെ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും വിശ്വസിക്കുക, കർത്താവ് ഉണ്ടെന്നും ഇതുപോലുള്ള ആൾക്കാരുടെ പുറകെ പോകാതിരിക്കാനും ശ്രമിക്കുക.